ഷെയ്ഖ് ബിൻ ഉസൈമിൻ റഹിമഹുള്ള അദ്ദേഹം സൗദിയിൽ ജീവിച്ചു മരിച്ച വലിയ പണ്ഡിതനാണ്, ഇമാമാണ്, ഫഖീഹാണ്. അദ്ദേഹത്തോടൊരു സാധാരണക്കാരൻ ടെലിഫോണിൽ വിളിച്ച് ഫത്വ ചോദിക്കുകയാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം കൈപൊക്കി ഇങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ? കൂട്ടപ്രാർത്ഥനയെ കുറിച്ച് പോലും അല്ല ചോദ്യം. ഒറ്റക്കാണെങ്കിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം കൈപൊക്കി ദുആ ചെയ്യാൻ പറ്റുമോ? ഷെയ്ഖിന്റെ ഫോൺ സംഭാഷണം, ഷെയ്ഖ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 മരണപ്പെട്ടതാണ്, അല്ലെങ്കിൽ 2000 അന്ന്, അല്ലെങ്കിൽ അതിനത്ര മുമ്പ്, മരണപ്പെടുന്നതിനത്ര മുമ്പുള്ള ഒരു ഓഡിയോ ആണത്. ഫോണിലൂടെ ഫത്വ ചോദിക്കുന്നൊരു ക്ലിപ്പാണത്. ഷെയ്ഖ് വളരെ വാത്സല്യത്തോടെ, ചെറുപ്പക്കാരനാന്ന് തോന്നുന്നുണ്ട്, ഷെയ്ഖ് യാഹി എന്ന് വിളിച്ചിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ താങ്കളോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? നാം, കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഷെയ്ഖ് പറയണം, അല്ലാഹു ഇതാ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു, സൂറത്തു നിസായിലെ 103-ാമത്തെ ആയത്ത്. ഈ ആയത്ത് പോയി നിങ്ങൾ പരിശോധിക്കണം. സൂറത്തു നിസായിലൂടെ അല്ലാഹു പറയുന്നു, അതായത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റക്കാകട്ടെ കൂട്ടമായിട്ടാകട്ടെ കൈപൊക്കി ഒരു പ്രത്യേക ദുആ ഇല്ല എന്നതിന് ഷെയ്ഖ് ഖുർആനിലെ ആയത്ത് തെളിവ് പിടിക്കുകയാണ്. ഷെയ്ഖ് എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. സൂറത്തു നിസായിലെ 103-ാമത്തെ ആയത്ത്. ഫഇദാ ഖളൈതുമുസ് സ്വലാത്ത, നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ, നിസ്കാരം നിറവേറ്റിക്കഴിഞ്ഞാൽ, അതായത് ഫർള് നിസ്കാരങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. വദ്ഉല്ലാഹ് ഫദ്ഉല്ലാഹ് എന്നല്ല അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ ഫർള് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. ഖിയാമൻ വഖുഊദൻ അലാ ജുനൂബിക്കും, നിന്ന് നിസ്കരിക്കുന്നവരുണ്ടാവും, അതിന് കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കും, അതിന് കഴിയാത്തവർ കിടന്ന് നിസ്കരിക്കണം. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുള്ളത്, നിന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിൽ കിടന്നിട്ടാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പഠിപ്പിച്ച ദിക്ർ എന്താണ്? ആ ദിക്ർ നിങ്ങൾ ഉരുവിടുക. ഫദ്കുറുല്ലാഹ് ഫദ്ഉല്ലാഹ് എന്നുള്ള പറഞ്ഞിട്ടില്ല. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിട്ട് ദിക്ർ ചൊല്ലാനാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ സഹോദര, നീ എന്താണ് ചെയ്യേണ്ടത്? ദിക്റാണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്ർ ചെയ്യുവിൻ. ഷെയ്ഖ് ഖുർആനിൽ നിന്ന് ആയത്ത് ഓതി കൊടുത്തു. രണ്ടാമതായി ഷെയ്ഖ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അതെ ഷെയ്ഖ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ റസൂൽ ഈ വിഷയത്തിൽ എന്താ പഠിപ്പിച്ചതെന്ന് കേൾക്കണ്ടേ? കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അത്തഹിയാത്ത് പഠിപ്പിച്ചു കൊടുത്ത, തശഹുദ് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ്, നമ്മൾ ചൊല്ലുന്ന അത്തഹിയാത്ത് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ്. ആ ഹദീസിന്റെ അവസാനം നബി പറഞ്ഞു, തശഹുദ് നിർവഹിച്ചതിന് ശേഷം, എന്ന് പറഞ്ഞാൽ അത്തഹിയാത്ത് ചൊല്ലിയതിനു ശേഷം നിസ്കാരത്തിന്റെ അവസാനം സലാം വീട്ടതിന് തൊട്ടു മുമ്പ്, സുമ്മ യതഖയ്യർ മിനദ് ദുആഇ അഅജബഹു ഇലൈഹി, നിനക്കിഷ്ടമുള്ള, നിന്നെ അത്ഭുതപ്പെടുത്തിയ ദുആകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്നെ അത്ഭുതപ്പെടുത്തിയ ദുആകൾ ഫയദ്ഉ, നീ ദുആ ചെയ്തോളൂ. അപ്പൊ സഹോദര, നബി ദുആ ചെയ്യാൻ എവിടെയാണ് പഠിപ്പിച്ചത്? ഷെയ്ഖ് ചോദിക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഖബല സലാം, സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ്, അവസാനത്തെ തഹിയാത്തിൽ. എങ്കിൽ നീ ദുആ ചെയ്യേണ്ടത് എവിടെയാണ്? സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ്, സലാം വീട്ടിയിട്ടല്ല. ഷെയ്ഖ് മറുപടി കൊടുക്കുകയാണ്. മറുപടിയിലെ രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ മറുപടി ഷെയ്ഖ് പറയാണ്, ഇനി ഞാൻ നിന്നോട് ബുദ്ധിപരമായൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ മുമ്പിൽ റബ്ബുള്ളപ്പോൾ, റബ്ബുമായി നീ ഏറ്റവും അടുക്കുന്ന സാഹചര്യത്തിൽ, റബ്ബുമായി നീ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ നിന്റെ റബ്ബിനോട് ചോദിക്കുന്നതാണോ, അതിൽ നിന്ന് പിരിഞ്ഞ് നീ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി അള്ളാഹുമായിട്ടുള്ള നേർക്കുനേരെയുള്ള മുനാജാത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് നീ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം, ഔല, കൂടുതൽ ഉത്തമം? ഷെയ്ഖ് അങ്ങോട്ട് ചോദിക്കുകയാണ്, തെളിവ് പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ പറഞ്ഞു, വല്ലാഹി ഷെയ്ഖ്, റബ്ബിനോട് മുനാജാത്ത് നടത്തുമ്പോൾ ചോദിക്കലാണ്. അതെ, അസ്സലാത്തു സിലത്തുൻ ബൈനൽ അബ്ദി വറബ്ബി, നിസ്കാരം എന്നത് ഒരടിമക്കും അള്ളാഹുവിനും ഇടയിലുള്ള ബന്ധമാണ്. അല്ല, നമ്മൾ പറയില്ലേ, നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിലുള്ള മുനാജാത്താണ്. നമ്മൾ അള്ളാഹുമായി, ഓരോ നിസ്കാരക്കാരനും ഓരോ അടിമയും അള്ളാഹുമായി അഭിമുഖ സംഭാഷണം, രഹസ്യ സംഭാഷണം നടത്തുകയാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം, ഖിബലയുടെ സ്ഥാനത്തേക്ക് നോക്കണം. നമ്മൾ മുഖം തിരിച്ചു കളയരുത്. കാരണം റബ്ബ് നമ്മളെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ അള്ളാഹിന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ അഭിമുഖീകരിക്കുന്നു. ആ സമയത്ത് നമ്മൾ മുഖം തിരിച്ചു കളയരുത്. ഹദീസുകൾ വന്നതായി കാണാം. മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നമ്മൾ ഫാത്തിഹയിൽ ഓരോ ആയത്ത് ഓതുമ്പോൾ അള്ളാഹു ഹമിദനി അബ്ദി, അസ്ന അലയ്യ അബ്ദി, മജ്ജദനി അബ്ദി, ഓരോ ആയത്തും ചൊല്ലുമ്പോൾ അള്ളാഹു പ്രതിവചിക്കും.
എന്നിട്ട് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നതാണ്, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാ എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണിത്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ ചോദിക്കുന്നത് അവനുണ്ട്. എന്നിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇമാമും മഅ്മൂമികളും ഒരുമിച്ച് ആമീൻ പറയുന്നു. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും മസ്ജിദിൽ. മലക്കുകളും അവരുടെ ആമീനും അതിനോടൊപ്പം ഒരുമിച്ച് വന്നാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. എന്റെ അടിമ ചോദിക്കുന്നത് അവനുണ്ട് എന്ന് അല്ലാഹു പറയുന്ന സന്ദർഭമാണ് നിസ്കാരം. അപ്പൊ ആ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവനുമായി നീ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ നീ ചോദിക്കുന്ന ദുആക്കാണോ കനവും പോരിശയും വലുപ്പം കൂടുക? നിസ്കാരത്തിന് സലാം വീട്ടി പിരിഞ്ഞിട്ടാണോ ദുആക്ക് കൂടുതൽ പോരിശയും ഫളലും കനവും സാധ്യതയും കൂടുക? ഷെയ്ഖ് ചോദിക്കാണ്. ആ ചെറുപ്പക്കാരൻ തുറന്ന് സമ്മതിച്ചു, അതേ ഷെയ്ഖ്, അതിന് മുമ്പാണ്. ഇപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ ഷെയ്ഖ് ഫോണ് കട്ട് ചെയ്യാണ്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിയ. പണ്ഡിതന്മാരെ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്. ദുബായിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദുബായിലെ സലഫി പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനായ ഷെയ്ഖാണ് ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അൻസി ഹഫിളഹുല്ല. അദ്ദേഹത്തിനോട് ഇതേപോലെ ഫോണിൽ ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ് ഇതേ മസാല. അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടികളുടെ കൂട്ടത്തിൽ വളരെ ലളിതമായി പറഞ്ഞ രസകരമായൊരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നീ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിക്കുന്നതാണോ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് നബി പഠിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഹദീസ് ഓതി കൊടുത്തിട്ട് പറയാണ്, നിസ്കാരം ഇബാദത്ത് ഇതിന്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് തൗഖീഫിയ, അതായത് എങ്ങനെയാണോ റസൂലുള്ളാഹിൽ നിന്ന് വന്ന് അങ്ങനെ നമ്മൾ ചെയ്യണം. അതിന്റെ അപ്പുറത്തൊരു ഹർഫ് പോലും നമ്മൾ ഉരിയാനും പാടില്ല, ചെയ്യാനും പാടില്ല. നബി പറഞ്ഞു, എങ്ങനെയാണോ ഞാൻ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരത്തിന് മുമ്പ് എന്ത്, ശേഷം എന്ത്, നിസ്കാരത്തിൽ എന്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് എന്താണ്, വാജിബായ കാര്യങ്ങൾ എന്താണ്, റുക്ൻ എന്താണ്, ഫർള് എന്താണ്, ഷർത്ത് എന്താണ്, അല്ലേ നമ്മൾ പഠിച്ചില്ലേ? ഓരോന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത്, ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നിസ്കാരത്തിനകത്തെ സുന്നത്തുകൾ മുസ്ലിം ഉമ്മത്ത് ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന 3 തവണ അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, മറ്റു ദിക്റുകൾ, ഇതൊക്കെ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തുകളാണ്. തവാബിഉസ് സുനൻ, നിസ്കാരത്തിനോടനുബന്ധമായി നമ്മൾ ചെയ്യേണ്ട സുന്നത്താണ്. നിസ്കാരത്തിനകത്തെ സുന്നത്തുകൾ നമ്മൾ തോന്നിയ പോലെ ചെയ്യോ? നാട്ടിൽ നടപ്പിലാകുന്ന പോലെ നമ്മൾ ചെയ്യോ? ഇല്ലല്ലോ. നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകൾ നമ്മൾ തോന്നിയ പോലെ ചെയ്യോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തുകൾ പെട്ടതാണ് ഈ അദ്കാർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എണ്ണം തികച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്യണം. അതാണ് ഇബാദത്തിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ സഹോദര, നിനക്ക് ഏത് സമയത്ത് അള്ളാഹിനോട് ദുആ ചെയ്യാം, കൈപൊക്കി ദുആ ചെയ്യാം. ഏത് സമയത്തും. ദുആ ഇന്ന സമയത്ത് പാടില്ല, ഇന്ന സമയത്ത് പാടുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല. ഏത് സമയത്തും ഏതവസ്ഥയിലും നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനോട് നിനക്ക് കൈപൊക്കി ദുആ ചെയ്യാം. പക്ഷെ നിസ്കാരത്തിന് മുമ്പും ശേഷവും അനുബന്ധമായും അതിനകത്തും എന്ത് ചെയ്യണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതതുപോലെ ചെയ്യണം. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ കൈപൊക്കിയൊരു ദുആ പഠിപ്പിച്ചിട്ടില്ല. നേരെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നീ അവിടെ ചെയ്യേണ്ടതില്ല എന്നാണ് ശൈഖ് മറുപടി കൊടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അപ്പൊ സാധാരണ ഞാൻ ചോദിക്കട്ടെ, ഒറ്റക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള കൈപൊക്കിയുള്ള ദുആ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്? കൂട്ടപ്രാർത്ഥന നടത്തുന്നവർ, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. കൂട്ടപ്രാർത്ഥന ബിദ്അത്താണ്, വമ്പിച്ച ബിദ്അത്താണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഇമാം മഅ്മൂമിങ്ങൾക്കെതിരെ തിരിഞ്ഞിരുന്ന് ഉറക്കെ അദ്ദേഹം ദുആ ചെയ്യുന്നു. അയാൾ ശ്വാസം വിടാൻ കാത്തുനിന്ന് മഅ്മൂമിങ്ങൾ ആമീൻ പറഞ്ഞ് പാസ്സാക്കുന്നു. ഈ ദുആ വമ്പിച്ച ബിദ്അത്താണ്, യാതൊരു തെളിവില്ല. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്നു, ഇതിനെ എതിർക്കുന്ന ആളുകൾക്കിടയിൽ കൂട്ടപ്രാർത്ഥന വേണ്ടതില്ല, ഒറ്റക്ക് പ്രാർത്ഥിച്ചോളി, കുഴപ്പമില്ല, ആവശ്യമുള്ളവർക്ക് ഒറ്റക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ കൂട്ടപ്രാർത്ഥനയെ നിരുത്സാഹപ്പെടുത്തി അതിനൊരു ബദൽ പരിണാമം സംഭവിച്ചതാണ് ഒറ്റക്കുന്ന കൈപൊക്കി പ്രാർത്ഥിച്ചോളൂ എന്നുള്ള സംഭവം. ആണോ അല്ലേ? അതെ, അങ്ങനെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. ഞാനും ഈ സുന്നി മദ്രസയിൽ പഠിച്ച് 11ാം ക്ലാസ് വരെ സമസ്തന്റെ മദ്രസയിൽ പഠിച്ച്
പിന്നെ യാഥാസ്ഥിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. നമ്മൾ മുജാഹിദായി സലഫിയായി വന്നപ്പോൾ നമുക്ക് പറഞ്ഞത് തന്നെയാണ്. പിന്നീട് പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത് ഇതെന്താണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഒറ്റക്കാണെങ്കിൽ ആളുകൾ കൈപോക്കി പ്രാർത്ഥിക്കുന്നത്. പിന്നെ വേറൊരു ന്യായം, ഫർള് നിസ്കാരങ്ങൾക്ക് ഇദുബുറു സ്വല, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ദുബുറിലുള്ള ദുആ തള്ളപ്പെടൂല എന്ന ഹദീസ്. അവിടെ ദുബുറു സ്വല എന്നത് എന്താണ് നമ്മൾ ഇന്നലെ വിശദമായി പറഞ്ഞു. ആ പ്രയോഗം തെളിവുകൾ നിരത്തി നമ്മൾ സ്ഥാപിച്ചു. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശേഷം ദുബുർ എന്നത് ഉദ്ദേശിച്ച് സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പാണ്. കാരണം ഒരു സംഗതിയുടെ ദുബുർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടല്ല, അതിന്റെ ഏറ്റവും അവസാന ഭാഗം. അപ്പോ നിസ്കാരത്തിന്റെ ഏറ്റവും അവസാന സമയമായ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പാണ് ദുആ എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ദിക്റുകളാണെങ്കിലോ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട്, കാരണം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് റസൂലുള്ള പഠിപ്പിച്ചൊക്കെ ദിക്റുകളാണ് അല്ലെ. ആയത്തുൽ കുർസി, അപ്പൊ നമുക്ക് തോന്നുന്നു ആയത്തുൽ കുർസിയും അവസാനത്തെ 3 സൂറത്തുകളും ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ. ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ പിന്നെ അവസാനത്തെ 3 സൂറത്തുകളും ദിക്റുകളുടെ ഗണത്തിലാണ്. ഖുർആൻ പാരായണം എന്നത് ഏറ്റവും വലിയ ദിക്റാണ്. അപ്പോ സലാം വീട്ടിയതിനു ശേഷം റസൂലുള്ള പഠിപ്പിച്ചതൊക്കെ ദിക്റുകളാണ്. റസൂലുള്ള ദുആ ചെയ്യാൻ പറഞ്ഞത് എവിടെ? തശഹുദ് പഠിപ്പിച്ച ഹദീസിൽ ഇബ്നു മസ്ഊദിനെ പഠിപ്പിച്ചു കൊടുത്തു, സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പാണ്. ഇതിൽ രണ്ടും പെടാത്ത അസ്തഗ്ഫിറുല്ലാ നമ്മൾ സലാം വീട്ടു ഉടനെ കേൾക്കുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ ദുആ അല്ലേ? അത് റസൂലുള്ള സലാം വീട്ടു ഉടനെ ചൊല്ലുന്നു, ഉറക്കെ ചൊല്ലുന്നു എന്നത് സ്വഹാബികൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ ഇന്നലെ പറയാത്തൊരു പോയിന്റാണത്. അസ്തഗ്ഫിറുല്ലാ എന്നത് തൻഖിയത്തു സ്വലാ, നമ്മുടെ നിസ്കാരത്തെ ശുദ്ധീകരിക്കാനുള്ള ഇസ്തിഗ്ഫാറാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് നമ്മൾ എന്തിനാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് 3 തവണ പറയുന്നത്? എന്താണ് അതിന്റെ രഹസ്യം? നിസ്കാരത്തിൽ എത്ര നന്നാക്കി നിസ്കരിച്ചാലും കുറവ് സംഭവിച്ചിട്ടുണ്ടാവും, ന്യൂനത സംഭവിച്ചിട്ടുണ്ടാവും, അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ടാവും. അല്ലാഹുവേ, അതെന്റെ പ്രതിഫലത്തിന് തടസ്സമാകരുത് റബ്ബേ, നീ പുറത്തു തരണേ. എന്റെ നിസ്കാരത്തിലെ വീഴ്ചകൾ നീ പുറത്തു തരണേ. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് സലാം വീട്ടിയിട്ടല്ലോ അസ്തഗ്ഫിറുല്ലാ പറയുന്നത്. സാധാരണ ഇസ്തിഗ്ഫാർ എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്? തെറ്റ് ചെയ്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്യുമ്പോഴാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. അതാണല്ലോ ഇസ്തിഗ്ഫാറിന്റെ പ്രസക്തി അല്ലേ? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നത് എന്തിനാണ്? എന്താണ് അതിന്റെ രഹസ്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിൽ അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ടാവും, അള്ളാന്റെ മുമ്പിലേക്ക് മാത്രം തിരിയേണ്ട സാഹചര്യം പലതും ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും, ശൈത്താൻ പല ഫിക്റും കൊടുത്തിട്ടുണ്ടാവും. പൂർണ്ണമായി ഭയഭക്തിയോടുകൂടി അള്ളാന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? മറവി സംഭവിച്ചിട്ടുണ്ടാകും. എന്തു കുറവുണ്ടെങ്കിലും റബ്ബെ നീ പരിഹരിച്ചു തരണമേ, നീ അത് പിടിക്കല്ലേ, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ഇപ്പൊ നിസ്കാരത്തെ സംസ്കരിക്കുന്ന ഇസ്തിഗ്ഫാറാണത്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പറയേണ്ടത്. നിസ്കാരത്തിനകത്ത് നമ്മൾ പാപമോചന പ്രാർത്ഥനകൾ നടത്തേണ്ട വേറെ കാര്യം. അപ്പൊ ദുആ എവിടെയാണ്? ദുബ്റു സ്വലാ എന്ന് പറഞ്ഞ് ദുആയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് റസൂൽ. അതെവിടെയാണ്? സലാം വീട്ടുന്നതിന് തൊട്ട് നിസ്കാരത്തിന്റെ ഏറ്റവും അവസാന സമയത്ത്. ദിക്റാണോ? സലാം വീട്ടിന് ശേഷം. ഇസ്തിഗ്ഫാറിന്റെ വിഷയം നമ്മൾ വ്യക്തമായി പറഞ്ഞു. ഇനി 5ാമത്തെ സാഹചര്യം, ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള 5ാമത്തെ സാഹചര്യമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇൻദ സുഊദിൽ ഇമാമി യൗമൽ ജുമുഅത്തി അലൽ മിംബരി ഹത്താ തുഖ്ല സ്വലാഹ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം പൂർത്തിയാകുന്നതുവരെ, ജുമുഅ നിസ്കാരം പൂർത്തിയാകുന്നതുവരെ. വെള്ളിയാഴ്ച ദിവസം ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം പൂർത്തിയാകുന്നവരെ, ജുമുഅ നിസ്കാരം സലാം വീട്ടുന്നവരെ, ഈ സമയത്ത് ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ അർഹമായ ശ്രേഷ്ഠമായ സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅ, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. സാഅ എന്നുള്ളത് സമയം, മണിക്കൂർ, അതായത് സമയവുമായി ബന്ധപ്പെട്ട ഏതു പ്രയോഗത്തിനും സാഅ എന്നത് പണ്ഡിതന്മാർ പ്രയോഗിക്കലുണ്ട്. അപ്പൊ ഇവിടെ മണിക്കൂർ എന്ന് തന്നെ നമ്മൾ അർത്ഥമാക്കണ്ട. വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹാ മുസ്ലിം ഖായിമുൻ യുസല്ലി, ആ സമയത്ത് ഒരു മുസ്ലിം എഴുന്നേറ്റ് നിൽക്കുകയും അവൻ നിസ്കരിക്കുകയും ചെയ്താൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞു അവൻ ദുആ ചെയ്യുകയും ചെയ്താൽ, യുസല്ലി എന്ന് പറഞ്ഞാൽ യദ്ഉ, ദുആ ചെയ്യുകയും ചെയ്താൽ, യസ്അലുല്ലാഹ ഖൈറൻ, അള്ളാഹുവിനോട് ഖൈറായത് അവൻ ചോദിക്കുകയും ചെയ്താൽ, ഇല്ലാ അതാഹു ഇയ്യാഹു, അള്ളാഹുവിന് നൽകാതിരിക്കുകയില്ല. അബൂ മൂസ അശ്അരി ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസിൽ ഇതിന്റെ വിശദീകരണമായി വന്ന മറ്റൊരു ഹദീസിൽ, അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിനെ ഈ ഹദീസ് കൊണ്ട് വിശദീകരിക്കണം. അബൂ മൂസ അശ്അരി തന്നെ പറയാണ്, ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖ്ല സ്വലാ,
ഈ സമയം എന്ന് പറഞ്ഞാൽ ഏതാണ് സമയം? ആ സമയത്ത് വിശദീകരിക്കുകയാണ്. ഇമാം മിമ്പറിൽ ഇരുന്നത് മുതൽ നിസ്കാരം പൂർത്തിയാകുന്നവരെയുള്ള സമയം. അപ്പൊ വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ശ്രേഷ്ഠമായ സമയങ്ങളിൽ ഒരു സമയം ഇതാണ്. അടുത്തൊരു സമയം കൂടി ഉണ്ട്, നമ്മൾ പറയും. ഇമാം മിമ്പറിൽ കയറിയത് മുതൽ സലാം വീട്ടുന്നവരെ, നിസ്കാരത്തിന് സലാം വീട്ടുന്നവരെ. അപ്പൊ ഇതിനിടയിൽ നമ്മൾ എപ്പോഴാണ് ദുആ ചെയ്യുക? ഇമാമ ഖുത്ബ നടത്തുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം, അല്ലെ? അടുത്തിരിക്കുന്ന കളിക്കുന്ന അശ്രദ്ധയിലാകുന്ന ആളോട് അനങ്ങാതിരിക്കുക എന്ന് പോലും പറയാൻ പാടില്ല. നമ്മുടെ അടുത്ത സമീപത്തിൽ നമ്മുടെ കുട്ടിയാകട്ടെ ആരാകട്ടെ അടങ്ങിയിരിക്കുന്നു പോലും പറയാൻ പാടില്ല. അത്രയും നമ്മൾ ശ്രദ്ധ തെറ്റാൻ പാടില്ല. സാന്ദർഭികമായി പറയട്ടെ, ജുമാ ഇമാമ് പിന്നെ ഖത്തീബ് ഖുത്ബ നടത്തുമ്പോൾ ഖത്തീബിന്റെ മുഖത്തേക്ക് നോക്കലാണ് സുന്നത്ത്. പല ആളുകളും മുഖം താഴ്ത്തിയിരിക്കും. നേരെ അടിയിലുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല, പ്രയാസം ഉണ്ടാവും ശാരീരികമായിട്ട്. അതല്ലാതെ ഇമാമിന്റെ മുഖത്തേക്ക് വീക്ഷിക്കാൻ വേറെ മവാനിയകളൊന്നും ഇല്ലാത്ത ആളുകൾ ഇമാമിന്റെ മുഖത്തേക്ക് വീക്ഷിക്കൽ സുന്നത്താണ്. ജുമയുടെ സുന്നത്തുകളിൽ പെട്ടതാണ് ഖത്തീബിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്. ശരി, എപ്പോഴാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? ഖുത്ബ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഖുത്ബന്റെ ഇടക്ക് ഇമാം എന്ത് ചെയ്യും? ദുആ ചെയ്യും. നമ്മൾ ഇമാം മിമ്പറിൽ കയറി നമ്മളോട് സലാം പറയും. അപ്പൊ എല്ലാവരും സലാം മടക്കാൻ എന്നുള്ളൊരു ദുആ ആണ്, അതിലൊരു ദുആ ഉണ്ട്. ശരി, ഇമാം ഇരുന്നു, ഖുത്ബ ആരംഭിച്ചു. ഖുത്ബന്റെ അടുക്ക് ഇമാം ഇടക്കിടക്ക് ദുആ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വ്യക്തിഗതമായി നമ്മൾ ആമീൻ പറയാം, ഓരോരുത്തരും ആമീൻ പറയാം. ഇമാം ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞ് ഇരിക്കും, രണ്ടാമത്തെ ഖുത്ബന്റെ ഇടയിൽ ഇരിക്കും, ഇല്ലേ? അപ്പൊ നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ദുആ ചെയ്യാം. ആ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കരുത്, ദുആ ചെയ്യാം. ഇനി ഇമാം എഴുന്നേറ്റ് രണ്ടാമത്തെ ഖുത്ബ നിർവഹിച്ചു. ഖുത്ബന്റെ അവസാനം അധിക ഇമാമിയങ്ങളും ഖത്തീബുമാരും ദുആ ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് ആമീൻ പറയാം. അവിടെ കൈപൊക്കേണ്ടതുണ്ടോ? കൈപൊക്കേണ്ടതില്ല എന്നാണ്. ഇമാമും കൈപൊക്കണ്ട, മഅ്മൂമിങ്ങൾ കൈപൊക്കണ്ട. കൂട്ടത്തോടെ ആമീൻ പറയണോ? വേണ്ട, ഓരോരുത്തരും വ്യക്തിഗതമായി ആമീൻ നിർവഹിച്ചാൽ മതി. ഇവിടെ ഒക്കെ നമുക്ക് ദുആ ചെയ്യാനുള്ള അവസരമാണ്. കഴിഞ്ഞോ? സമയം കഴിഞ്ഞോ? ഇല്ല. നിസ്കാരം തുടങ്ങി. നിസ്കാരത്തിൽ എപ്പോഴൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത്? നിസ്കാരം തുടങ്ങിയ ഉടനെ ദുആ ഇസ്തിഫ്താഹ്, അല്ലെ? സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ദുആ ചെയ്യും. ആ ദുആ, അപ്പൊ ആ ദുആ നമ്മളത് ദുആ ആണ്, ഇജാബത്ത് കിട്ടുന്ന സമയമാണെന്നുള്ള ബോധത്തോടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ദുആ ചെയ്യണം. നമ്മൾ പഠിച്ചു വെച്ച ദുആ യാന്ത്രികമായി ഇങ്ങനെ നാവ് കൊണ്ട് ഉരുവിടല്ല വേണ്ടത്. ഏത് നിസ്കാരത്തിലാണെങ്കിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പുള്ള നിർവഹിക്കുന്ന ദുആഉൽ ഇസ്തിഫ്താഹ് അർത്ഥമറിഞ്ഞ് അത് ദുആ ആണെന്നുള്ള ബോധത്തോടെ, റബ്ബിനോട് തേടുകയാണെന്നുള്ള ബോധത്തോടെ നമ്മൾ ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹയിൽ ദുആ വരുന്നുണ്ടില്ലേ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന മഹത്തായ ദുആ ആണ്. ദുആ ആണെന്നുള്ള ബോധത്തോടെ നമ്മൾ ദുആ ചെയ്യണം. എന്നിട്ട് നമ്മൾ എല്ലാവരും ആമീൻ പറയുന്നുണ്ട്, ഇല്ലേ? അത് ദുആ ആണെന്നുള്ള ബോധത്തോടെ നമ്മൾ നിർവഹിക്കണം. പിന്നെ എപ്പോഴാ ദുആ? റുക്കൂഇൽ നമ്മൾ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന ദിക്റാണ് ചൊല്ലുന്നെങ്കിൽ അതിൽ ദുആ ഉണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ. അവിടെയും ദുആ ഉണ്ട്. സുജൂദിൽ റുക്കൂൽ വേറെ ദുആ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ദിക്റിൽ വന്ന ദുആ അത് ദുആ ആണ്. അതുപോലെ തന്നെ ഇഅ്തിദാൽ നമ്മൾ നിർവഹിച്ചു. പിന്നെ സുജൂദ് ദുആ ചെയ്യാനുള്ള മഹത്തായ സാഹചര്യമാണ്. നമ്മൾ ഏത് നിസ്കാരത്തിലാണെങ്കിലും, ജുമയാകട്ടെ, ഫർളാകട്ടെ, സുന്നത്താകട്ടെ, സുജൂദിൽ ദുആ ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കണം. ഫർളിൽ എങ്ങനെ? ഇപ്പൊ സാധാരണ എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പൊ ഉസ്താദ് എങ്ങനെ ഫർളിൽ എങ്ങനെയാണ് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുക? ഫർളിൽ ഇമാമ് തരുന്ന സമയം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫർളിൽ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ദിക്റുണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അഅല 3 തവണ. അതാണ് അധികം ആളുകളും ചൊല്ലല്. ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 1 തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ നിർബന്ധമായ ഫർള് വീടി. 2ഉം 3ഉം തവണ അല്ലെങ്കിൽ അതിലേറെ തവണ ചൊല്ലൽ എന്നുള്ളത് സുന്നത്താണ്. സുജൂദിൽ അല്ലെങ്കിൽ റുക്കൂവിൽ 1 തവണ ദിക്ർ ചൊല്ലലാണ് വാജിബായ നിർബന്ധമായ ബാധ്യത. അതിൽ കൂടുതൽ ചൊല്ലുന്നതൊക്കെ വർധനവാണ്, സുന്നത്താണ്, കൂലി നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ ഇനി 3 തവണ ചൊല്ലുകയാണെങ്കിൽ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല 3 തവണ ചൊല്ലിയാൽ തന്നെ നമുക്ക് സമയം കിട്ടും. ഒരു ദുആയെങ്കിലും നമുക്ക് ഓർത്തെടുത്ത് ചെല്ലാൻ സമയം കിട്ടില്ല. ഒരു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ ചൊല്ലാൻ നമുക്ക് സമയം കിട്ടില്ല. സമയം കിട്ടാറുണ്ട് അധികവും. പ്രത്യേകിച്ച് നമ്മൾ ഇമാം അത്ര പെട്ടെന്ന് സുജൂദും പിന്നെ അതുപോലെ തന്നെ തശഹദൊക്കെ അവസാനിപ്പിക്കുന്ന ആളല്ല. സമയം കിട്ടലുണ്ട് നമുക്ക്. നമ്മൾ എന്താ ചെയ്യല് സാധാരണ? നമ്മൾ ആ പഠിച്ച സുബ്ഹാന റബ്ബിയൽ അഅല 3 തവണ പറഞ്ഞ് അവിടെ ഉണ്ടാക്കും, അല്ലേ? തറാവി നിസ്കാരത്തിലൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. ചില ആളുകൾക്ക് അത് അറിയില്ല. ഇനി ദുആ ചൊല്ലിയില്ലെങ്കിൽ ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന ദിക്ർ അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന ദിക്ർ ഇത് തന്നെ നമുക്ക് ആവർത്തിക്കാം. 3 തവണ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തണ്ട. അതിനപ്പുറത്ത് നമ്മൾ ദുആ ചെയ്യാൻ അവിടെ സമയം കെട്ടണം. എന്താണ് അതിനുള്ള തെളിവ്?
തെളിവ് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാൻ അവന് സാധിക്കുന്ന സാഹചര്യം, അവൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സാഹചര്യം വഹുവ സാജിദ്, അവൻ സുജൂദിലായിരിക്കുകയാണ്. അള്ളാഹുവിനോട് സുജൂദിലായിരിക്കുകയാണ് ഒരു മനുഷ്യൻ, ഒരടിമ ഏറ്റവും അടുക്കുന്നത്. അതിനേക്കാൾ അള്ളാഹുവിനോട് അടുത്ത സാഹചര്യം. നിങ്ങൾ ആ സുജൂദിന്റെ രംഗം മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. എത്ര വിനയത്തോടെ താഴ്മയോടെയാണ് ഭൂമിയിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള നമ്മളെ ശിരസ് ഒരാളുടെ തല, ശിരസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഇസ്സത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും അയാളുടെ വ്യക്തിത്വത്തിന്റെയും എന്താ പറയാ മൂർത്തഭാവമാണ്. ഈ തല നമ്മൾ ആരുടെ മുമ്പിൽ കുനിക്കലില്ല എന്ന് പറയലില്ലേ? തലമുറകൾ അടിച്ചാൽ വേറെ എവിടെ അടിക്കണ പോലെയല്ല മുഖത്തടിച്ചാൽ. കാരണം അത് മനുഷ്യ ശരീരത്തിലെ പവിത്രമായ ഉന്നതമായ ഒരു അവയവമാണ്. അത് നമ്മൾ ചവിട്ടി നടക്കുന്ന ഭൂമിയിൽ, നമ്മളുടെ കാൽപാദം വെക്കുന്ന ഭൂമിയിൽ നമ്മളങ്ങ് വെക്കുകയാണ്. ആരുടെ മുമ്പിലാണ് വെച്ചത്? റബ്ബുൽ ആലമീന്റെ മുമ്പിലാണ്. വേറെ പടപ്പിന് മുമ്പിൽ വെക്കാൻ പാടില്ല. ശിർക്കാണത്. അതിനേക്കാൾ അള്ളാഹുവിനോട് അടുത്ത മറ്റൊരു സാഹചര്യം നമുക്കില്ല, കിട്ടാനില്ല. എന്നിട്ട് റസൂലുള്ള പറയാണ്, സുജൂദിലാണ് ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. എത്ര വ്യക്തമാണ്! നിങ്ങൾ ദുആ അവിടെ അധികരിപ്പിക്കുവിൻ, റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. നമ്മൾ ദുആ ചെയ്യാറില്ല പലരും. എത്ര നഷ്ടമായിരിക്കും അത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദുനിയാവിലേറെ ബഹുമാനം അടുപ്പുള്ള ഒരാൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരോട് നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം നേടാനുണ്ടെങ്കിൽ, ഭൗതികമായ ആവശ്യം തന്നെ, തീർത്തും ഭൗതികമായ ആവശ്യം, നമ്മൾ അവരോട് ഏറ്റവും അടുത്ത അവസരത്തിലല്ലേ ചോദിക്കുക? എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, സ്ത്രീകൾ അവരെ ഭർത്താക്കന്മാരെ സോപ്പിട്ടുള്ളപ്പോഴാണ് എന്തെങ്കിലും ആവശ്യം നേടാനുണ്ടെങ്കിൽ അവർ വളരെ കാമേൻ കൊയറ്റായി, വളരെ എന്താ പറയുക, സമാധാനപരമായി നിൽക്കുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത് നല്ല റാഹത്തിലിരിക്കുന്ന സമയത്ത്, മനസ്സും ഏറ്റവും അടുത്ത സമയത്താണ് ആവശ്യം. അത് ഇല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിക്കാൻ പ്രതികരണം അല്ലേ? കുട്ടികൾ പനിമനി സോപ്പിടൽ എങ്ങനെയാണ്? ഉമ്മ അടുക്കളയിൽ ഇങ്ങനെ തീ പാറുന്ന പണിയെടുക്കുമ്പോൾ അടുപ്പത്ത് തീ പാറുന്നുണ്ടാവും, ഒപ്പം ഉമ്മ തീ പാറിക്കുന്നുണ്ടാവും. അതിനിടെ പോയിട്ട് ഉമ്മാനെ പോയി ശല്യം ചെയ്യോ? അത് വേണം എന്ന് പറഞ്ഞിട്ട് ആണോ? ഇനിയിപ്പോ ഉപ്പാനോട് നേരിട്ട് പറയുമ്പോഴുള്ള ഒരു ഉമ്മാനോട് പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ ഉമ്മ ഉപ്പാനോട് എപ്പോഴാണ് അവതരിപ്പിക്കുക? അപ്പൊ നമ്മളിങ്ങനെ ഒളിച്ചു നോക്കുന്നുണ്ടാവും, എന്താ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഏറ്റവും അടുപ്പുള്ള സാഹചര്യം, സമയം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലേ? കാരണം എന്താ? ആ ചോദ്യത്തിനാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. ആണോ അല്ലേ? ഇത് സിമ്പിൾ ലോജിക് അല്ലേ? പടപ്പുകളിലെ ശ്രേഷ്ഠരോട് ഇവിടുത്തെ അധികാരികൾ, ഭരണാധികാരികൾ, രാജാക്കന്മാർ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ, ഉന്നത തലങ്ങളിലിരിക്കുന്ന നേതാക്കന്മാർ, അവരെടുത്ത് ഇടിച്ചു കയറി ചെന്നങ്ങട് നമ്മൾ തോന്നുന്ന കാര്യം തോന്നുമ്പോഴൊക്കെ ചോദിക്കോ? ഇല്ലല്ലോ. ആദ്യം അവരുടെ ഒഴിവും സൗകര്യവും അവരുടെ ഫ്രീ ടൈമൊക്കെ നോക്കി അപ്പോയിന്റ്മെന്റ് എടുക്കും അല്ലെ? അവരെ പ്രൈവറ്റ് സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്യും, അവരുടെ ഓഫീസിൽ ബന്ധപ്പെടും. എന്നിട്ട് ആ സാഹചര്യം സമയവും നോക്കി അനുയോജ്യമായ
വലക്കൽ ഹംദ്, റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്. 4 രൂപവും വ്യത്യസ്തങ്ങളായ ഹദീസുകൾ വന്നു. അതിനപ്പുറത്ത് നമ്മൾ മുമ്പ് റബ്ബന ലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ്, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, മഹത്തായ ദിക്റാണ്. ഇത് ഒരാൾ ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ തിരക്ക് കൂട്ടിരുന്നു. ആദ്യം ആരാണ് അദ്ദേഹത്തിന്റെ നന്മയുടെ രേഖയിൽ ഇത് രേഖപ്പെടുത്താൻ? മലക്കുകൾ തിരക്കൂട്ടിയിരുന്നു. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ, റബ്ബന വലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ അർളി. നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ എത്ര ദിക്റായി? ഓരോ റക്അത്തിൽ ഇത് മാറി മാറി ചൊല്ലും. നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധ കൂടും. അതിന്റെ അർത്ഥവും ആശയം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കാരത്തിന്റെ ലെവൽ എവിടെ ആയിരിക്കും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതുപോലെ എല്ലാ നീക്കങ്ങളിലും, സുജൂദിലും റുകൂഇലും ഇഅ്തിദാലിലും, നിസ്കാരത്തിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ നമ്മൾ ഒരേ സൂറത്തെ ആളുകൾ അധികം ചൊല്ല് ഇഖ്ലാസ് ഫലക്ക് നാസ്, ഫലക്ക് ഇഖ്ലാസ് നാസ്, നാസ് ഇഖ്ലാസ് ഫലക്ക്, തിരിച്ചും മറിച്ചും തിരിച്ചു. ഇതന്നെ. വേറെ നമുക്ക് അറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും. അതൊരു നിസ്കാരത്തിൽ ഇന്ന സുഹൃത്തുക്കളൊക്കെ ഓതി എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. അടുത്ത നിസ്കാരത്തിൽ ഞാൻ ഇത് ഓതരുത്, വേറെ എനിക്ക് ഇഫ്റുള്ള സുഹൃത്ത്. ഈ ബോധത്തോടുകൂടി നമ്മൾ നിസ്കരിച്ചു നോക്കൂ, ആ നിസ്കാരത്തിന്റെ ലെവൽ എന്തായിരിക്കും. അതുപോലെ തന്നെ തശഹുദിന് ശേഷമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ സലാം വീട്ടിന് തൊട്ടുമ്പുള്ള ദുആ, വ്യത്യസ്ത ദുആകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് മലയാളത്തിലുള്ള നിത്യജീവിതത്തിലെ ദുആ ദിക്റുകൾ എന്ന് പറഞ്ഞ് സൗദിയിൽ ജീവിച്ചു മരിച്ച വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് സഈദുൽ ഖഹ്താനി ഹഫിളഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ദുആ, സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് മാത്രം സമാഹരിച്ച ദുആ സമാഹരണ ഗ്രന്ഥമാണ് ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന്റെ രക്ഷാകവചം എന്നുള്ള പേരിൽ വിശ്വപ്രസിദ്ധി നേടിയ കിതാബാണ്. വലിയ ബറക്കത്തുള്ള കിതാബാണ്. അദ്ദേഹത്തിന്റെ ആ ഹിസ്നുൽ മുസ്ലിമിന്റെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ മാത്രമുള്ള സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ട, അതിന്റെ മലയാള പരിഭാഷ അടക്കം നമ്മുടെ മസ്ജിദിലുണ്ട്. അത് വാങ്ങാൻ കിട്ടും. നമ്മുടെ എല്ലാവരും വീട്ടിൽ ആ ബുക്ക് നിർബന്ധമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് നമ്മൾ അതിലുള്ള വ്യത്യസ്തങ്ങളായ ദിക്റുകൾ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒന്നാമത്തെ സമയം ഇമാം മിമ്പർമ കയറിയത് മുതൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നവരെയുള്ള സമയം. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത് നമ്മൾ വിശദീകരിച്ച് വരവേ എവിടം വരെ എത്തി? നമ്മൾ ജുമാ നിസ്കാരത്തിൽ സുജൂദ് വരെ എത്തി. ഇനി സുജൂദ് കഴിഞ്ഞപ്പോൾ നമുക്ക് ദുആ ചെയ്യാം. സുജൂദിന് എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യും? സുജൂദിന്റെ ഇടയിലിരിക്കും. അവിടെ ദുആക്കുള്ള സമയമാണ്. റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതിന്റെ ക്രമത്തിൽ ആ പദപ്രയോഗങ്ങളെ ക്രമം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടൊക്കെ വ്യത്യസ്ത റിവായത്തുകളുണ്ട്. ആ ക്രമത്തിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഓരോ സുജൂദിന്റെ ഇടയിൽ അത് മാറി മാറി ചൊല്ലിയാൽ അത് അപാരമായ സുന്നത്താണ്. ഒന്നുമല്ലെങ്കിൽ റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എത്ര നമുക്ക് ആവർത്തിക്കാം സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ. അവിടെ ദുആക്കുള്ള സമയമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയത്തിൽ അത് വിട്ടു. ഇനി എപ്പോഴാണ് സമയമുള്ളത് നമുക്ക്? സുജൂദ് കഴിഞ്ഞു, സുജൂദിന്റെ ഇടയിൽ ഇരുത്തം കഴിഞ്ഞു, അവസാനത്തെ തശഹുദ്, രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ തശഹുദിന് ശേഷം സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ പോരിശം നമ്മളെമ്പാടും വിശദീകരിച്ചിരുന്നു. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പ് ഇബ്രാഹിമിയ സ്വലാത്തിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളൊക്കെ ചൊല്ലാം. അപ്പൊ ഈ സമയങ്ങളൊക്കെ നമ്മൾ ഇമാം മിമ്പർമ കയറിയത് മുതൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇമാം മിമ്പർമ കയറി സലാം പറഞ്ഞു, സലാം അടക്കുക. ഇമാം ഇരുന്ന് ഖുത്ബ ആരംഭിച്ചു. ഖുത്ബിന്റെ ഇടയിൽ ഇമാം ഇടക്കിടക്ക് ദുആ ചെയ്യും. നമ്മൾ ആമീൻ പറയുക. രണ്ടാമത്തെ ഖുത്ബക്ക് വേണ്ടിയിരിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ദുആ ചെയ്യുക. പിന്നെ ജുമാ ഖുത്ബിന്റെ അവസാനത്തിൽ ദുആ ചെയ്യും. അപ്പോൾ നമ്മൾ ആമീൻ പറയുക. കൈ ഉയർത്തേണ്ടതില്ല, കൂട്ടമായിട്ടല്ല, ഒറ്റക്ക്. നിസ്കാരം തുടങ്ങും. നിസ്കാരത്തിൽ ദുആ ഇസ്തിഫ്താഹ്, സൂറത്തുൽ ഫാത്തിഹയിലെ ദുആ. റുകൂഇൽ നമ്മൾ ദുആ അടങ്ങുന്ന ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അവിടെ ദുആ. ഇഅ്തിദാൽ അവിടെ ദിക്റുണ്ട്. അതുപോലെ തന്നെ സുജൂദിൽ ദുആ, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ദുആ, സലാം വീട്ടിന് തൊട്ടും. ഇതൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള സമയമാണ്. ഇവിടൊക്കെ ആ നിയ്യത്തോടെ ചെയ്താൽ നമുക്ക് ഇജാബത്ത് കിട്ടുള്ളൂ. ബിഇദ്നില്ല. നിയ്യത്തില്ലെങ്കിലോ വെറുതെ. ഇപ്പോൾ അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആദാതു അഹ്ലിൽ യഖ്ലതി ഇബാദാതുൻ ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതുൻ. ദീനിയായി ഉണർവും ഉന്മേഷവും ചിന്തയും ബോധമുള്ള ആളുകളുടെ പതിവ് ദിനചര്യകൾ വരെ മഹത്തരമായ ഇബാദത്തുകളാക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെ അവരുടെ പതിവ് ചര്യകൾ, ദിനചര്യകൾ വരെ വലിയ ഇബാദത്തുകളായി മാറുക? ദീനി ബോധമുള്ള ആളുകൾ നീയത്തുമുണ്ട്, കൽബിലെ നീയത്തുമുണ്ട്, നല്ല നീയത്ത്. ഇൻ ബിൽ ഖൈർ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള ഉപദേശ പോലെ, നീ നന്മ മനസ്സിൽ കരുതുമോനെ, എപ്പോഴും ഖൈറായത് നീയത്ത് വെക്കൂ. അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ നന്മ വിചാരിക്കുക എന്നുള്ളൊരു നന്മയായി രേഖപ്പെടുത്തപ്പെടും. അങ്ങനെ വിചാരിച്ചാൽ അള്ളാഹു നിങ്ങളെ തൗഫീഖ് നൽകും. അതുകൊണ്ട് നീയത്തോടുകൂടി നമ്മൾ ചെയ്യണം. ശരി, ഇനി വെള്ളിയാഴ്ച ദിവസം
ഇജാബത്ത് കിട്ടുന്ന മറ്റൊരു സമയം കൂടിയുണ്ട്. ദുആക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും അർഹമായ മറ്റൊരു സമയം കൂടിയുണ്ട്. അതാണ് ആറാമതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മെ ഈ റിസാലയിൽ പഠിപ്പിക്കുന്ന മറ്റൊരു സന്ദർഭം. അതേതാണ് ആ സാഹചര്യം? ആഖിറു സാഅത്തിൻ ബഅദൽ അസ്രി, അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള അവസാനത്തെ സമയം. അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിനോട് അടുക്കുന്ന അവസാന സാ. അത് അവസാന സാ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ മനസ്സിലാക്കരുത്, അവസാന സമയം. ഒന്നും കൂടി വ്യക്തമായി വിശദീകരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഇമാം അബൂദാവൂദിന്റെ സുനനിൽ വന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൽ ജുമഅത്തി 12 സഅതൻ, വെള്ളിയാഴ്ച ദിവസം 12 സഅതൻ, തുല്യമായി 12 വീതിക്കാൻ പറ്റുന്ന സഅത്താണ്. അവിടെ ഞാൻ മണിക്കൂർ എന്ന് പറയുന്നില്ല, പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചാൽ സൂക്ഷ്മമായ രൂപം അതാണ്. അതായത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പകലിൽ എത്ര മണിക്കൂർ ഉണ്ടാവും? അത്രയും മണിക്കൂറിനെ നമ്മൾ 12 ഡിവൈഡ് ചെയ്യാം. ലാ യൂജദു മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജല്ല ഷൈഅൻ ഇല്ലാ ആതാഹുല്ലാഹ് ഫൽതമിസൂഹ ആഖിറ സാഅത്തിൻ ബഅദൽ അസ്ർ. അപ്പൊ ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ പകലിലെ ഈ 12 ആയി ഭാഗിക്കുന്ന ഈ സമയങ്ങളിൽ ഒരു മുസ്ലിം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകുക തന്നെ ചെയ്യുന്ന, അള്ളാഹു നൽകാതെ വിടാത്ത ഒരു സമയമുണ്ട്. ആ സമയം ഏതാണ്? റസൂലുള്ളാഹി ഹദീസിന്റെ അവസാനത്തിൽ പഠിപ്പിക്കുകയാണ്, ഫൽതമിസൂഹ, നിങ്ങൾ അതിനെ തേടണം. ആഖിറ സാഅത്തിൻ ബഅദൽ അസ്ർ, അസ്ർ നിസ്കാരത്തിന് ശേഷമുള്ള അവസാനത്തെ സാഅത്ത്. അപ്പോ വെള്ളിയാഴ്ച ദിവസം 12 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിക്കാം. വെള്ളിയാഴ്ച ദിവസത്തെ പകല് 12 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ സായതാണ് അവസാനത്തെ മണിക്കൂർ അസറിന് ശേഷം മഗ്രിബിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ 1 മണിക്കൂർ. ഇനി 10 ആണെങ്കിൽ 10 മണിക്കൂറുള്ള പകൽ. അല്ലെ, പകൽ കുറയുന്ന. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ മണിക്കൂർ എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ്? 12 മണിക്കൂർ തികച്ചില്ലാത്ത പകലുകൾ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ആ പകലിന്റെ മൊത്തം ഹവറിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ അവസാനത്തെ പാർട്ട്, അസറിന് ശേഷം മഗ്രിബിന് മുമ്പുള്ള അവസാനത്തെ 12ാമത്തെ ഭാഗം, 10 മണിക്കൂറിന് 12 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അവസാനത്തെ ഭാഗം എത്രയായിരിക്കും? 1 മണിക്കൂറിന്റെ താഴെ കിട്ടുള്ളൂ. ആ അവസാന സമയം, അതായത് അത് തീരെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് വരെ എന്ത് ചെയ്യുക? പള്ളിയിലിരുന്നാൽ മതി. അസ്ർ നിസ്കാരം കഴിഞ്ഞ് വേണമെങ്കിൽ നമ്മൾ അസ്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റൊക്കെ ഉരുവിട്ട് അദ്കാറുൽ മസാ ഒക്കെ ചൊല്ലി ഒന്ന് പുറത്തു പോയി ചായ കുടിച്ച് വന്നിരുന്നാലും ഒരു പക്ഷേ നമുക്ക് ആ സമയം കിട്ടും. അതായത് വെള്ളിയാഴ്ച ദിവസം ഇത് അധികം ആളുകളും നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ്, പീക്ക് ടൈമാണ്. ആളുകൾ അശ്രദ്ധയിലാകുന്ന സമയം പ്രത്യേകം നമ്മൾ ശ്രദ്ധ കാണിച്ചാൽ പ്രത്യേക ഇജാബത്ത് കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മഗ്രിബിന് തൊട്ട് മുമ്പുള്ള അസറിന്റെ അവസാനത്തെ സമയം, അത് ദുആക്ക് ഉത്തരം കിട്ടാൻ, അവിടെ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച സാഹചര്യം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന 2 സാഹചര്യമുണ്ട് നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നവരെ. 2, വെള്ളിയാഴ്ച ദിവസത്തിന്റെ അസറിന്റെ അവസാന സമയം, സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മഗ്രിബിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ സമയം. ഈ 2 സമയവും നമുക്ക് എന്തും അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള അവസരമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തൽക്കാലം ഇന്നത്തെ ദർശനം നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി ദുആഇന്റെ ആദാബുകളും മര്യാദകളും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.